കോഴിക്കോട് സൗത്തിൽ മതം പറഞ്ഞ് വോട്ട് ചോദിച്ച് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഫൈസൽ ബാബു. സംഭവം പയ്യാനക്കൽ സ്കൂളിലെ ബൂത്തിൽ നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മൾ ജയിക്കണമെന്ന് പറഞ്ഞായിരുന്നു ഫൈസൽ ബാബു വോട്ട് അഭ്യർത്ഥിച്ചത്. പ്രതിഷേധിച്ച് BJP LDF പ്രവർത്തകരും വോട്ടർമാരും. അതേസമയം അഹമ്മദ് ദേവർകോവിൽ മതം പറഞ്ഞ് വോട്ട് പിടിച്ചതായി UDFും ആരോപിക്കുന്നു. വിശദാംശങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, മതം പറഞ്ഞ് പരസ്യമായി വോട്ട് പിടുത്തം വലിയ പ്രതിഷേധമാണ് ഉടലെടുത്തത്. എന്താണ് നിലവിലെ സാഹചര്യം? KP, നിലവിൽ സ്ഥിതി ശാന്തമാണ്. നിലവിൽ ഇവിടേക്ക് വന്ന പോലീസുകാരൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. പോലീസിന്റെ വണ്ടി ഇവിടെ നിന്ന് തിരിച്ചു പോയിട്ടുണ്ട്. ഇവിടെ സംഘം ചേരുകയോ കൂടിച്ചേരുകയോ ഒന്നും തന്നെ ചെയ്യരുത്, നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രദേശത്ത്. പക്ഷേ സ്ഥിതി ശാന്തമാണ്. അല്പം മാറിയൊക്കെ LDFിന്റെയും UDFിന്റെയും ഒക്കെ പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ച നമുക്ക് ഇപ്പോഴും കാണാം. പക്ഷേ സ്ഥിതി നിയന്ത്രണ വിധേയമായതിനെ തുടർന്നാണ് പോലീസിന്റെ സംഘം ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോഴും ഇവിടെ ആളുകൾ ചില സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തകർ തടിച്ചു കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യം ഈ പ്രകോപനം ഉണ്ടാകാനുള്ള കാരണം, അതായത് UDFിന്റെയും LDFിന്റെയും സ്ഥാനാർത്ഥികൾ ഈ പയ്യാനക്കലിലെ സ്കൂളിലേക്ക് എത്തുന്നു. സൗത്ത് മണ്ഡലത്തിലെ UDFിന്റെ സ്ഥാനാർത്ഥി ഫൈസൽ ബാബുവും LDFിന്റെ സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിലും ഈ സ്കൂളിലേക്ക് എത്തുന്നു. എത്തിയതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകുന്നത്. ഈ ഫൈസൽ ബാബു ഏണി അടയാളത്തിൽ വോട്ട് ചെയ്താൽ സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞു എന്നാണ് LDF ഉന്നയിക്കുന്ന ആരോപണം. മാത്രമല്ല, ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അത് വിഷയം സംസാരിക്കുകയും ചെയ്തു. തൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാളോട് ഫൈസൽ ബാബു ഇങ്ങനെ സംസാരിച്ചു എന്ന് ആ സ്ത്രീ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടെ വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. അതായത് LDF ആ സമയത്ത് തന്നെ ഉന്നയിച്ച ആരോപണം മതം പറഞ്ഞ് വോട്ട് പിടിക്കുകയാണ് UDFിന്റെ സ്ഥാനാർത്ഥി ഫൈസൽ ബാബു പയ്യാനക്കൽ പോലുള്ള ഈ സൗത്ത് മണ്ഡലത്തിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആ സമയത്ത് ഏറ്റവും അധികം ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. സാധാരണ ഇങ്ങനെ പോളിംഗ് സ്റ്റേഷനിലേക്കൊന്നും തന്നെ സ്ഥാനാർത്ഥികൾ ഈ സമയത്ത് എത്തുന്നൊരു കാര്യം ഉണ്ടാകാറില്ല. പക്ഷേ UDFിന്റെയും LDFിന്റെയും സ്ഥാനാർത്ഥികൾ ഒരേപോലെ ഈ പയ്യാനക്കലിലെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. എന്നാൽ തൊട്ട് പിന്നാലെ വലിയ സംഘർഷം ഉണ്ടാകുന്നു. മതം പറഞ്ഞു വോട്ട് പിടിച്ചു എന്നൊക്കെയുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് LDF രംഗത്ത് വരുന്നു. അതേ ആരോപണങ്ങൾ തിരിച്ച് UDFും LDFിനെതിരെ ഉന്നയിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് പ്രദേശത്ത് സംഘർഷം ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ പ്രവർത്തകരോട് പോലീസ് മാറിപ്പോകാൻ ഇവിടെ നിന്ന് പറയുന്നു. പോലീസ് ലാത്തി വീശുന്നു. ലാത്തി വീശിയതിനെ തുടർന്ന് തടിച്ചുകൂടിയ പ്രവർത്തകർ ഇവിടെ നിന്ന് സംഘം ചേർന്ന പ്രവർത്തകർ ഇവിടെ നിന്ന് മാറിപ്പോകുന്നു. പക്ഷേ അതിനുശേഷം ഉള്ളിൽ നിന്ന് വോട്ട് ചെയ്യാനെത്തിയ CPMന്റെ ഒരു പ്രവർത്തകനെ പോലീസ് ഇവിടെ നിന്ന് മാറിപ്പോകാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ അയാൾ പോവില്ല എന്ന് പറയുന്നു. അതിനുശേഷം പോലീസും ഈ പ്രവർത്തകനും തമ്മിൽ ചെറിയ രീതിയിൽ ഉന്തും തള്ളും സംഘർഷവും ഉണ്ടാകുന്നു. പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്യുന്നു. അതിന് പിന്നാലെ ഈ ഗേറ്റിന് പുറത്ത് വലിയ രീതിയിലുള്ള സംഘർഷം സൃഷ്ടിക്കാനാണ് CPM ശ്രമിച്ചത്. ഒരുപറ്റം CPMന്റെ പ്രവർത്തകർ ഈ പ്രദേശത്തേക്ക് തടിച്ചുകൂടി എത്തുന്നു. പോലീസ് ഈ CPMന്റെ പ്രവർത്തകനെ ആക്രമിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറയുന്നു. റോഡ് ഉപരോധിക്കുന്നു. പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഇത് ചിത്രീകരിച്ച മാധ്യമ പ്രവർത്തകരെ അടക്കം കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. പോലീസ് ഇവിടെ നിന്ന് പിരിഞ്ഞ് പോയിട്ടുണ്ട്. നിലവിൽ പ്രദേശത്ത് സംഘർഷ സാധ്യത ഒന്നുമില്ല, ശാന്തമാണ് എന്നുള്ളതാണ് KP. കോഴിക്കോട് പയ്യാനക്കലിൽ നിന്നും അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്. വിധിയെഴുതി കേരളം. വോട്ട് ചെയ്യാനുള്ള സമയപരിധി ഔദ്യോഗികമായി അവസാനിച്ചപ്പോൾ വോട്ടിംഗ് ശതമാനം 80-ലേക്ക് അടുത്തു. വോട്ടിംഗ് ശതമാനത്തിലെ കുതിപ്പ് SCRന്റെ വിജയമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ. വോട്ടിംഗ് സമയം കഴിഞ്ഞിട്ടും ക്യൂ നിൽക്കുന്നവർക്ക് ടോക്കൺ നൽകിയിട്ടുമുണ്ട്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും രഞ്ജിത്ത് അമ്പാടി ചേരുകയാണ്. രഞ്ജിത്ത്, 80% വോട്ടിംഗ് ശതമാനം അടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുന്നണികളുടെ പ്രതീക്ഷകൾ എത്രത്തോളം സജീവമാണ് ഈ ഒരു സാഹചര്യത്തിൽ? കേരളം വിധി എഴുതി കഴിഞ്ഞു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് 6 മണി പിന്നിട്ടപ്പോൾ ഔദ്യോഗികമായി അവസാനിച്ചു. എങ്കിലും ചിലയിടങ്ങളിൽ ഇപ്പോഴും വോട്ടർമാരുടെ നിര കാണാൻ സാധിക്കുന്നുണ്ട്. വോട്ടിംഗ് ശതമാനം 80-ലേക്ക് അടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വോട്ടിംഗ് ശതമാനത്തിലെ ഈ കുതിപ്പ് SCRന്റെ വിജയമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ അറിയിച്ചിരിക്കുന്നത്.
വോട്ടിംഗ് സമയം കഴിഞ്ഞിട്ടും ഈ ടോക്കൺ ഇതിനകം നേരത്തെ നൽകി കഴിഞ്ഞവർ അവർ ഇപ്പോഴും വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും 80% ഈ പോളിംഗ് ശതമാനം വരുമ്പോൾ അത് വലിയ ഒരു പോളിംഗ് ശതമാനം തന്നെയാണ്. മുന്നണികളൊക്കെയും അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകൾ തന്നെയാണ്, സജീവമായ രീതിയിൽ തന്നെയാണ് അവരുടെ പ്രതീക്ഷകൾ മുന്നോട്ട് പോകുന്നത്.